ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജിബാൽ മോഡൽ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഫുഡ് മീൻസ് സ്നാക്സ് ഒന്നും പറയാം, അല്ലാതെ ഫുഡൊന്നും പറയാം, കാപ്പി അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനമാണ്. അത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം. നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടാണ്, ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പം അതായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ഇനി ഒരു മാക്സിമം ഇന്ന് ബുധനാഴ്ച ഓക്കെ ഇന്ന് ബുധൻ ചേർന്ന കുറച്ച് ദിവസം കൊണ്ട് കല്യാണത്തിൽ. ഇപ്പം ടൈം വന്നിട്ട് കാണിക്കാം. ടൈം ഇപ്പം കറക്റ്റ് 11 ഓക്കെ. ആവേശ സിനിമ കണ്ടുകൊണ്ട് താമസിക്കാൻ ഉറക്കണില്ല. അപ്പം 11 മണിയായിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം. അതിനുള്ള സാധനങ്ങളൊക്കെ എടുക്കണം. ഓക്കെ, നേരെ എടുക്കണം. അപ്പം അതൊക്കെ തുടങ്ങാം നമ്മളെ പരിപാടി. അടുക്കള എല്ലാം ഗോലം കെട്ട് കിടക്കുകയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒരു പാത്രം എടുക്കാം. അതിലോട്ട് 2 സവാള. ഓക്കെ, 2 സവാള. നെക്സ്റ്റ് ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി കുറച്ച് മതി, അത് ആവശ്യമുള്ള എടുക്കാം നമുക്ക്. നെക്സ്റ്റ് കുറച്ച് നല്ല മുളകുടപ്പുണ്ട്, അത് വേണം നമുക്ക്. അത് മാത്രം എടുക്കാം. അത്യാവശ്യമുണ്ട് നമുക്ക്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തക്കാളി ആവശ്യമുണ്ട്. ബട്ട് തക്കാളി ഇപ്പോൾ കാണുന്നില്ല. തക്കാളി ഇല്ലെന്നാണ് തോന്നുന്നത്. ഉള്ളത് വെച്ചോണ്ടാ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എനിക്കിന്ന് ബാക്കി പരിപാടി നോക്കിയിട്ട് വരാം. ഇപ്പം ഒരു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, 2 ഉള്ളിയാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഒരാളുള്ളതുകൊണ്ട് ഒരു ഉള്ളി എടുത്തിരിക്കുകയാണ്. ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ മുളകും കൂടെ ചതച്ചതാണത്. ഓക്കെ, അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓൺ വെക്കുക. ചട്ടി വയ്ക്കുക. ചട്ടി ഒന്ന് ചൂടാവട്ടെ. അതുപോലെ സാധനം ചൂടായിട്ടുണ്ട്. നമുക്കൊരു ഇച്ചിരി എണ്ണ ഒഴിക്കാം. ഒഴിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉള്ളി ഇടാം. ഇപ്പോൾ നമ്മളൊരു മസാലയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കണം നമുക്ക്. അടുത്ത് നമുക്ക് വേണ്ടത് ഗോതമ്പ് മാവാണ്. ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു സ്പൂണും വേണം. ഇതിൽ ഇനി വെള്ളം നിറച്ച് കലക്കണം. ഓക്കെ, മറ്റേത് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ബാക്കി കൂടെ ഉണ്ട്. മാവ് നമ്മൾ കലക്കിയിട്ടുണ്ട്. ഒരു ദോശമാവിൻ്റെ അളവിനാണ് കലക്കാണ്ടത്. ഓക്കെ, ഒരു ഉപ്പും കൂടെ ഇട്ട് കലക്കുക. നെക്സ്റ്റ് ഇത് അത്യാവശ്യം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് മസാലകളൊക്കെ ഇടാം. നമുക്ക് മസാല ഇടാം. ഞാൻ കൂടെ ഒന്ന് സ്പൂൺ തെറ്റിയട്ടെ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഉപ്പാണ് ഇടുന്നത്. ഒരു ഉപ്പ്,
അത്യാവശ്യം ഉപ്പിടുക. അത്യാവശ്യം ഉപ്പിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മുളക് പൊടി അത്യാവശ്യം കുറച്ചില്ല. മുളക് പൊടി നിങ്ങൾ അളവനുസരിച്ച് എരിവിൻ്റെ അളവനുസരിച്ച് ഇടുക. ഓക്കെ, ഇത് കുറച്ച് മറ്റേ മസാലപ്പൊടിയാണ്, മറ്റേ ജീരകം പൊടിച്ചതാണ്. ചിലപ്പം ഇടുക, ഒപ്പം മതിയാണ് അത് ഇടണം. പിന്നെ ഇത് മല്ലിപ്പൊടിയാണ്, ഇച്ചിരി മല്ലിപ്പൊടി ഇടുക. ഓക്കെ, ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇടണം. ഇച്ചിരി ഇട്ടാൽ മഞ്ഞപ്പൊടി. ഓക്കെ, എന്നിട്ട് മിക്സ് ചെയ്യണം. നല്ല വെള്ളമുണ്ട്. അങ്ങനെയുണ്ടോ? നല്ല മണമുണ്ട്. ഇനി പ്രത്യേകിച്ചൊന്നും ഇടാനില്ല. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടുക. ചിക്കൻ മസാല എൻ്റെ ഒരു ചിക്കൻ മസാല ഇല്ല, അതുകൊണ്ട് ഇട്ടിട്ടില്ല. ഈ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഇടുക, അത്രേ ഉള്ളൂ. ഇനി ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അത് ഓക്കെ, അതും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുണ്ട്, അതും കൂടെ നോക്കാം നമുക്ക്. നമുക്ക് എഗ്ഗ് ഒഴിക്കാം. ഓക്കെ, എഗ്ഗ് ഒഴിക്കാം. എഗ്ഗ് ഒഴിക്കുന്നു. കംപ്ലീറ്റ് ഇങ്ങനത്തെ ഒരു പരുവത്തിൽ കിട്ടണം നമുക്ക് സാധനം. ഓക്കെ, വീഡിയോ ക്ലിയർ ആണെന്ന് അറിയത്തില്ല, പറ്റി അത്രേ ഉള്ളൂ. ഓക്കെ, ഉള്ളി മുട്ടയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക. ഓക്കെ, അടുത്ത പരിപാടി നോക്കാം. ഗ്യാസ് കത്തിച്ച് ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഈ മാവൊന്ന് ദോശയാക്കി ചുട്ടെടുക്കണം. ചുട്ടെടുത്ത് ബാക്കി പരിപാടി ഞാൻ കാണിച്ചു തരാം അടുത്ത്. നെക്സ്റ്റ് നമുക്ക് ദോശ ഇടാം. ഓക്കെ, ഫസ്റ്റത്തെ അറ്റംപ്റ്റ് ചീറ്റിപ്പോകാനാണ് ചാൻസ്. നോക്കാം. ഇത് ദോശ ചുടുമ്പോൾ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുക. ഒന്നി രണ്ട് സൈഡ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് രണ്ട് സൈഡ് മറിച്ചിട്ടെടുക്കാം, അല്ലെങ്കിൽ ഒറ്റ സൈഡ് തന്നെ മറിച്ചിട്ടെടുത്താലും മതിയാവും. ഓക്കെ, അത് നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക. ഞാൻ ഇവിടെ രണ്ട് സൈഡും മറിച്ചിടുന്നുണ്ട്. ജസ്റ്റ് അപ്പുറത്തും കൂടെ മറിച്ചിട്ട് പെട്ടെന്ന് എടുക്കുകയുള്ളൂ, ഫുള്ളായിട്ട് മറിച്ചിടുന്നില്ല. അത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദോശ രണ്ടും ചുട്ടുന്നുണ്ട്. ഓക്കെ, അതിന് നമുക്ക് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം. ഇത് മസാല ഇതിലോട്ട് ഇങ്ങനെ വച്ചിട്ട് അത് പാക്ക് ചെയ്യാനാണ് ചെയ്യണത്. എനിക്ക് ക്യാമറ ഇരിക്കണോണ്ട് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്തിട്ടൊന്ന് കാണിച്ചിട്ട്. ഓക്കെ, ഇങ്ങനെ മടക്കി സെറ്റ് ചെയ്യണം. ഓക്കെ, അതിന് ജസ്റ്റ് നമ്മൾ നേരത്തെ കലക്കിയ മാവുണ്ട് അല്പം, അപ്പോൾ അതൊന്ന് തൊട്ട് സെറ്റ് ചെയ്താൽ മതി.
അപ്പുറം ഇപ്പുറം ഒന്ന് മടക്കുക. മാവ് എളുപ്പമുണ്ട്, അതൊന്ന് ഇവിടെ തേച്ച് പിടിപ്പിക്കുക. ഡി സൈഡ് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പുറത്തും ചെയ്യുക. മടക്കി ഒട്ടിക്കുക. ഓക്കെ, ജസ്റ്റ് കൂടെ ആയിട്ടൊന്ന് തേക്കുക. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ സാധനം. ഇതിനി വീണ്ടും ഫ്രൈ ചെയ്യാറുണ്ട്, മാറ്റി വയ്ക്കാം. ഒരു പാന് വീണ്ടും കത്തിക്കുക. ഓക്കെ, ഇപ്പം ഇങ്ങനെ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോതമ്പിൽ ചെയ്തിരിക്കണം, ഒന്ന് അരിയിൽ ചെയ്തിരിക്കണം. അരിയിൽ ചെയ്തിരിക്കണ ഒരു പിസ്സ ടൈപ്പ് പോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണ കുറച്ച് പാനിലോട്ട് ഒഴിക്കുക. ഓക്കെ, പാനിലോട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് സ്പ്ലിറ്റ് എടുക്കണം. ഓക്കെ, എണ്ണ ചൂടാവണം. ചൂടായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, ഇത് എടുത്തിട്ടുണ്ട്, നമ്മൾ ഒന്ന് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് ടാസ്ക്കാണ് ഗൈസ്. ഓക്കെ, രണ്ടാമത് വെച്ചിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് വരാം, ക്യാമറ പിടിച്ച് കഴിഞ്ഞാൽ എല്ലാം കരി. ഗൈസ്, നമ്മൾ സാധനം റെഡിയാണ്. ഓക്കെ, പുറത്തോട്ട് പോകാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. സ്പാൻ ഫുഡ് സെറ്റാണ്. നെക്സ്റ്റ് ടി വി ഓണാക്കാം. സമോട്ട് എടുത്ത് ടി വി ഓണാക്കണം. നമ്മളെ സാധനം എന്തായാലും ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് വേറെ ഒന്നും ചെയ്യില്ല, ഒന്ന് ഇവിടെ തന്നെ അതോടെ ഇങ്ങനെ പിച്ചെടുക്കുകയാണ്. कर सकते हैं और लूज कर सकते हैं अपनी सुविधा के अनुसार, जिससे आपको मिलता है बेहतर सपोर्ट. इस खास बेल्ट के कुछ ही महीनों के इस्तेमाल पर आप पाएंगे अपने पोस्चर में सही. ഓക്കെ, സൗണ്ട് കുറച്ചാണ്. ഓക്കെ, പിച്ചിട്ട് നൈസാണ്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദോശ ഉള്ളിക്കറി എങ്ങനെ കഴിക്കുമോ അതേപോലെ ഇരിക്കും. പക്ഷെ ആ മുട്ടയുടെ ഇതൊക്കെ വരുമ്പം അത്യാവശ്യം കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഗോതമ്പിലൊന്നും കഴിച്ചില്ല. ഓവറാണ് എടുത്തിട്ട് ഗോതമ്പിലത് കൊള്ളൂല ഗൈസ്. കൊള്ളൂലെന്നല്ല, കൊള്ളാം, വലുതായിട്ട് കൊള്ളത്തില്ല. അരിമാവിനുണ്ടാക്കുന്നത് സെറ്റ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് കാപ്പി ഉണ്ടായിരുന്നു, നമ്മളെ ദോശയും ചമ്മന്തി കറിയായിരുന്നു കാപ്പി. അപ്പോഴാണ് ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പം കണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഈ അരിദോശ ഞാൻ കിട്ടതല്ല, അവിടെ ഇരുന്നാണ്, അതിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധനം നൈസാണ്,
ചുമ്മാ റെഡിയിരിക്കുമ്പോഴൊക്കെ ചെക്ക് ചെയ്ത് പറ്റുന്ന തക്കാളി കൊണ്ടുണ്ടെങ്കിൽ വിഷയമില്ല. ഇവിടെ തക്കാളി ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ